ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ നമ്മുടെ വേദനയിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും നമ്മുടെ സഹനങ്ങളിൽ നമ്മെ കേൾക്കുവാൻ, നമ്മോട് കൂടെയിരിക്കാൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. ആ കർത്താവിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കുക. ആരും നമ്മെ കേൾക്കാനില്ലാത്തപ്പോൾ, നമ്മുടെ സഹനങ്ങളെ പങ്കുവെക്കാൻ ആളില്ലാത്തപ്പോൾ, നമ്മുടെ വേദനകൾ അറിയാൻ ആരുമില്ലാത്തപ്പോൾ, ആരോടും പറയാൻ കഴിയാത്ത നിങ്ങളുടെ വേദനയുടെ സമയങ്ങളിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മെ കേൾക്കാൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മെ കരുതുന്ന, നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മുടെ കൂടെയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, സ്വർഗത്തിൻ്റെ വാതിലായ ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. നല്ല ഇടയനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രയാസങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും നമ്മെ തനിച്ചാക്കി മാറാത്ത കർത്താവായ യേശുക്രിസ്തു നമ്മെ കേൾക്കാനും കാണാനും ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കൂടെയുണ്ട്. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം, അവിടുത്തെ നമുക്ക് ശ്രവിക്കാം, അവിടുത്തോട് നമ്മുടെ ഹൃദയം തുറക്കാം. എന്താണ് നമ്മുടെ മനസ്സിൻ്റെ വേദന? ആരോടും പറയാത്ത ആ രഹസ്യ വേദന എന്താണ്? ഇന്ന് കർത്താവിനോട് നിങ്ങളുടെ ഹൃദയം തുറക്കുക. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകും, നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ കൂടെ നിൽക്കാൻ അവിടുന്നുണ്ട്. വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് ധൈര്യം നൽകും, നിങ്ങൾക്ക് ശക്തി പകർന്നു തരും. മുന്നോട്ട് നയിക്കാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ സമർപ്പിച്ച് എല്ലാം ദൈവം ഇന്നെല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ചു തരുന്നതിന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യേശു അരുളിച്ചെയ്തു, ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താൽപ്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്കു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമനസ്സാലെ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ വാതിലായ നല്ല ഇടയനായ ഈശോയെ, ഞങ്ങൾ മുന്നോട്ടു പോകാൻ ശക്തിയില്ലാതെ, ആരോട് തുറന്ന് സംസാരിക്കണം എന്നറിയാതെ, ഞങ്ങളുടെ രഹസ്യമായ വേദനകളും ദുഃഖവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച്
ഞങ്ങൾ ഓരോ ദിവസവും നീറി നീറി കഴിയുമ്പോൾ എൻ്റെ കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. നീ നല്ല ഇടയനായ ദൈവമാണ്. ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ആഹാരം നൽകാനും, തളരുമ്പോൾ ശാന്തമായി ഉറങ്ങാനും, വേദനയിലും പ്രയാസങ്ങളിലും ഞങ്ങളുടെ കൂടെയിരുന്ന് സഹായിക്കാൻ, രോഗങ്ങളിൽ കൂടെയിരുന്ന് സൗഖ്യം നൽകാൻ, ആശ്വസിപ്പിക്കാൻ, ഒറ്റപ്പെടലിൽ കൂടെയിരുന്ന് സമാശ്വസിപ്പിക്കാൻ കർത്താവേ, നീ കൂടെയുണ്ട് എന്നറിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന, ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വേദനയും പേറി ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് ആശ്രയം. നിന്നിൽ ഞങ്ങൾ പുതുജീവൻ കാണുന്നു. നിന്നിൽ പുതിയ സന്തോഷം കാണുന്നു. നിന്നിൽ സമാധാനം ഞങ്ങൾ കാണുന്നു. നിന്നിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ കാണുന്നു. ഈശോയെ, വാതിലായ ഈശോയെ, ഞങ്ങളുടെ നേരെ നീ പുതിയ വാതിലുകളെ തുറക്കണമേ. അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ. ഞങ്ങൾക്ക് നേരെ അടയപ്പെട്ട എല്ലാ വാതിലുകളെയും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ തുറക്കണമേ. നിൻ്റെ വാതിലിലൂടെ ഞങ്ങൾ അകത്ത് പ്രവേശിക്കുന്നതിനും പുറത്തു പോകുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. നിൻ്റെ ഇഷ്ടാനിഷ്ടം ഞങ്ങൾ ജീവിക്കുന്നതിന് കൃപ തരണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും വേദനകളെയും പ്രയാസങ്ങളെയും കേൾക്കാൻ നീയുണ്ട്. ഇന്നുമെന്നും നീ എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവേ, പൂർണ്ണമായും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നീ നല്ല ഇടയനായ ദൈവമാണ്. ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിച്ച ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ സ്നേഹത്തിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം തുറക്കാൻ നീ ഉള്ളതിനാൽ ഞങ്ങൾ ഇന്ന് ആശ്വസിക്കുന്നു. കർത്താവേ, ആരോടും പറയാൻ കഴിയാത്ത വേദനകളെ ഇന്ന് അങ്ങയോട് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദുഃഖങ്ങളെ അങ്ങയോട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ സഹനങ്ങളിൽ അങ്ങ് ആശ്വാസം നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ നീ അറിയുന്നല്ലോ. സാമ്പത്തിക പ്രശ്നങ്ങളെ നീ കാണുന്നല്ലോ. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയെ നീ കാണുന്നല്ലോ. കർത്താവേ, മക്കളെക്കുറിച്ചുള്ള വേദന നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന മഹാപുണ്യം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടക്കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ അനുസരിക്കുന്നതിനും ഞങ്ങളെ ബഹുമാനിക്കുന്നതിനും നീ ഞങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ, സ്വരം കേൾക്കുമ്പോൾ അത് ദൈവസ്വരമായി തിരിച്ചറിഞ്ഞ് ഞങ്ങളെ അനുസരിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എല്ലാ വേദനയെയും നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു. ബന്ധങ്ങളിലുള്ള കുറവുകളെ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലുള്ള പോരായ്മകളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കേൾക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നീ തിരിച്ചറിയുന്നുവല്ലോ. ഞങ്ങളുടെ വഴികളെ നീ തിരിച്ചറിയുന്നുവല്ലോ. നീ വഴിയും സത്യവും ജീവനുമായ സ്വർഗത്തിൻ്റെ വാതിലായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു തരണമേ. അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറന്നു തരണമേ. എന്നേക്കും നിന്നെ സമീപിക്കാനുള്ള പുതിയ വഴി, ഉയർച്ചയിലേക്കുള്ള പുതിയ വഴി തുറന്നു തരണമേ. കർത്താവേ, തടസ്സങ്ങൾ മാറ്റി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാതയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നീ വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് സ്വീകരിക്കുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മയെയും സൗഖ്യത്തെയും സമ്പത്തിനെയും സമാധാനത്തെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് ഞങ്ങളുടേതാണ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തണമേ. എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഒരു ദിവസമാക്കി തരണമേ.
ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, യാത്രകളിൽ, ഇന്നത്തെ നിയോഗങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും നീ കൂടെയിരുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ, സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കാത്തുപരിപാലിക്കണമേ, സംരക്ഷിക്കണമേ, എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥന ചേർത്ത് വെക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ ശക്തമായി പോരാടണമേ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ മാതാവേ നിൻ്റെ കാൽ കീഴിൽ വെച്ച് തകർത്ത് കളയണമേ എന്നേക്കുമായി എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ വേദനകളെ കേൾക്കാൻ കൂടെയിരുന്ന് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങൾക്ക് നേരെ അടഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്ന് ഉയർച്ചയിലേക്കുള്ള വഴിയിൽ നിങ്ങളെ അവിടുന്ന് നയിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് നിങ്ങളെ സഹായിച്ച് വിജയം നൽകട്ടെ. നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകി കാത്തുപരിപാലിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തുണയായിരിക്കും. ഇന്ന് രാത്രി 7 മണിക്കുള്ള രാത്രി പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. അതുവരെ കർത്താവിൻ്റെ വലതുകരം നിങ്ങളെ നയിക്കട്ടെ, പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.